ഹായ് കൂട്ടുകാരെ, നമ്മുടെ പിറന്നാളുകാർ രാവിലെ തന്നെ ഓടി എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊന്നും നോക്കിയില്ല, കയ്യോടെ പൊക്കിക്കൊണ്ട് പോയി. എവിടേക്കാണെന്നല്ലേ, നമ്മുടെ അടൂർ സൗന്ദര്യ ബ്യൂട്ടി പാർലറിലൊക്കെ അവിടെ കൊണ്ടുപോയി. എന്തിനാണെന്നറിയാവോ, നമ്മൾ ഒരു സൺഡേ ഇവിടെ വന്നായിരുന്നു ചേച്ചിയുടെ പുരികം ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനതൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് നമുക്ക് സാധിച്ചില്ല. നമ്മൾ 2-3 ബ്യൂട്ടി പാർലറിൽ അന്ന് പോയി. അന്ന് ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പുകളും അടവായിരുന്നു. അപ്പോൾ നമുക്ക് അന്ന് സാധിക്കാത്തതിൽ ചേച്ചി തിരിച്ചു പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് എന്നോട് ചെറിയ കാര്യമാണെങ്കിലും ആവശ്യപ്പെട്ടത്. അത് സാധിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഞാൻ കയ്യോടെ കൂട്ടിക്കൊണ്ട് വന്നു. എന്തായാലും അത് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നു. അപ്പോൾ ചേച്ചിയെ കൊണ്ടുവന്ന് പുരികം ത്രെഡ് ചെയ്യാൻ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അവരവരുടെ കലാപരിപാടി തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഇവരുടെ തന്നെ, അതായത് അടൂർ സൗന്ദര്യ ബ്യൂട്ടി പാർലറിൽ തന്നെ ഒരു ഷോറൂം ഉണ്ട്, ടൈലറിങ് ഷോപ്പ്. അപ്പം എനിക്ക് ചേച്ചി ഒരു ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ഒരു പീസ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ടോപ്പ് ഒന്ന് സൈസ് അടിക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചേച്ചിയുടെയാണ്, ഈ ടോപ്പ് എൻ്റേതുമാണ്. അപ്പോൾ നമ്മളത് രണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ തന്നെ ഓപ്പോസിറ്റ് ഷോപ്പിൽ കയറിയിട്ട് നമ്മളത് അടിക്കാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി ഭയങ്കര സന്തോഷത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം എനിക്കും അത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഓർത്ത കാര്യമല്ല. ഞാൻ ഇപ്പോൾ അന്ന് പറ്റാത്തത് കൊണ്ട് ഇനി ഇത് നടക്കത്തില്ലെന്ന് വിചാരിച്ചു. എന്നാലും എന്തെങ്കിലും വരുമ്പോൾ ചേച്ചി ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാം അങ്ങനെ വിചാരിച്ചപ്പോൾ നോക്കിയപ്പോൾ ഇല്ല, ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം പുരികമൊക്കെ ത്രെഡ് ചെയ്തിട്ട് ഞങ്ങൾ കണ്ടോ, ഭയങ്കര കലാപരിപാടിയാണ്. ഇതെങ്ങനെ സംഭവം എന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ഞാനിങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പോഴ കണ്ണൊക്കെ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണേ. അപ്പോൾ നമുക്ക് ചെറുതെങ്കിലും നമുക്ക് നമ്മളോട് ഇഷ്ടമുള്ള ഒരാൾ വന്നൊരു കാര്യം പറയുമ്പോൾ അത് സാധിച്ചു കൊടുക്കാൻ കഴിയുമ്പോൾ അതൊരു വലിയ സന്തോഷമല്ലേ. എനിക്കൊരു കാര്യം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി അപ്പോൾ അത് സാധിച്ചു തരുന്ന ആളാണ്. ചേച്ചി അവിടെ വേറെ ഒന്നും പൈസയോ അല്ലെങ്കിൽ മറ്റൊരു അസൗകര്യങ്ങളോ ഒന്നും നോക്കാറില്ല. എനിക്കത് അപ്പം സാധിച്ചു തരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വന്നത് എവിടേക്കാണെന്ന് പറഞ്ഞാൽ അടൂർ ബെസ്റ്റ് ബേക്കറിയിലേക്കാണ് വന്നത്. എന്തിനാണെന്ന് ഓരോ ഷാർജ കുടിക്കാമെന്ന് പറഞ്ഞാൽ ഷാർജയ്ക്ക് ഓർഡറും കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അടൂർ ബെസ്റ്റ് ബേക്കറി. ഞാൻ ഇടയ്ക്കൊക്കെ വരാറുള്ള ബേക്കറിയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ അടൂർ വരുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വേറെ ഏതെങ്കിലും നല്ല ബേക്കറിയിലൊക്കെ കയറിയിട്ട് ഞാനൊരു ഷാർജയോ അല്ലെങ്കിൽ ഒരു സോഡ ലൈമോ കുടിക്കാറുണ്ട്. അതെനിക്ക് വേണം, നിർബന്ധമാണ്. അപ്പം അത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കയറിയത്. ഈ ബേക്കറിയിൽ വന്നിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊരു കമൻറ്റ് ഇട്ടേക്കണേ. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതൊന്നും പുള്ളിക്കാരത്തെ അറിയുന്നൊന്നുമില്ല. ഭയങ്കര പാട്ട് സംഗീതമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കണ്ടോ. ഒരു സംഭവം അറിയുന്നില്ല. ഞാൻ വീഡിയോ എടുക്കുന്ന ഫോട്ടോ എടുക്കുന്നുണ്ട് ഒന്നും അറിയുന്നില്ല. പിന്നെ ചേച്ചിയും വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ചേച്ചിയും വീഡിയോ എടുത്തിട്ടുണ്ട്, വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം തൃശ്ശൂരുള്ള ചേച്ചി അടൂർ വന്നിട്ട് എൻ്റെ ഒപ്പം ഈ സിറ്റി ബേക്കറിയിൽ ബെസ്റ്റ് ബേക്കറിയിൽ വന്നിട്ട് ഷാർജ കുടിക്കുക, എൻ്റെ കൂടെ അടൂരൊക്കെ ഇറങ്ങി നടക്കുക. അടിപൊളിയല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു.